أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഒക്കെ പല രൂപത്തിലും വരാൻ കഴിയും. അത് അന്ധവിശ്വാസാണോ? ഹബീബായ നബിതങ്ങൾ പറഞ്ഞതെന്താ? ഇന്ന ഫിൽ മദീനത്തി നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു. നബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന ഫിൽ മദീനത്തി നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു. ഈ മദീനയിൽ ഇപ്പോൾ കുറച്ച് ജിന്നുകൾ എന്തായിട്ടുണ്ട്? മുസ്ലിമായിട്ടുണ്ട് കുറേ ജിന്നുകൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ? മർആ മിൻകും, റസൂലുള്ളാഹി പറയാണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മർആ ശൈഅൻ ഫീ ബൈതിഹി, നിങ്ങളെ വീട്ടിൽ വല്ല പാമ്പിനെയോ ഇഴജന്തുക്കളെയോ കണ്ടാൽ വേഗം ഒറ്റടിക്ക് പോയിട്ട് എന്ത് ചെയ്യണ്ട? ഒന്ന് പറയും, എന്ത് ചെയ്യണ്ട? കൊല്ലണ്ട. ഒരു പക്ഷേ ഇതാരാവാം? ഇനി കാണുന്ന എല്ലാ ജീവികളും ജിന്ന അതിനാണോ എന്ന് പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചില ഏരിയകളിൽ പ്രത്യേകിച്ചുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ട്. ജിന്നുകൾക്കും പിശാചുക്കൾക്കുമൊക്കെ പ്രത്യേക അധികാരമുള്ള ചില ഏരിയകൾ ഭൂമിയിൽ ഉണ്ട്. അവരുടെ കേന്ദ്രത്തിൽ വീടെടുത്താൽ ആ വീട്ടിൽ താമസിക്കാൻ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അവർ എങ്ങനെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ ആഴ്ചയിൽ ഒരു വീടിന് കുറ്റിയടിക്കാൻ പോയി. അപ്പോൾ വീടിന് കുറ്റിയടിക്കാൻ പോയി, കുറ്റിയടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ആ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ നല്ലൊരു വീടുണ്ട്, 10-12 കൊല്ലമായി ആ വീട്ടിലേക്ക് താമസിക്കുകയാണ്, പക്ഷേ ഒരു സ്വസ്ഥതയും അവിടെ ഇല്ല. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു? വിറ്റു. ഞാനത് വിറ്റിട്ട് പുതിയൊരു വീടെടുക്കുകയാണ്. ചിലപ്പോൾ ചില വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. വീടിന് സ്ഥാനം നോക്കണം, വീടിന് സ്ഥലം നോക്കണം. അതൊക്കെ ഒരു അന്ധവിശ്വാസമൊന്നുമല്ല. ഏതായാലും അള്ളാഹു എല്ലാ ഷർറുകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി പറയാണ്, ഇങ്ങനെ വല്ല ജീവികളെയും നിങ്ങൾ കണ്ടാൽ ഒറ്റടിക്കാനായിട്ട് കൊല്ലണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിനോടൊന്ന് പോകാൻ ആവശ്യപ്പെടണം. അതിനോടൊരു 3 തവണ പോകാൻ ആവശ്യപ്പെടണം. അതൊരു നല്ല ജിന്നാണെങ്കിൽ നിങ്ങൾ ആ പറയലോടുകൂടെ അതിനൊന്ന് സാവകാശം കൊടുത്താൽ അതെന്ത് ചെയ്യും? നിങ്ങളെ കൺമുമ്പിൽ നിന്ന് അത് മറിയും. അതിനെക്കൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഷർറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിട്ടും പോകാതെ നിൽക്കുകയാണെങ്കിലോ ഫൽയഖ്തുൽഹു, നിങ്ങൾ കൊന്നോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ശൈത്താനും രൂപം മാറി വന്നൂടെ? ശൈത്താൻ രൂപം മാറി വരും. ശൈത്താൻ നമ്മളെ ശരീരത്തിലേക്ക് കയറിയിട്ട് ഉപദ്രവിക്കും. ഇതൊന്നും ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയൂല. കാര്യങ്ങൾ ഗഹനമായി പഠിക്കണം. ഇതൊക്കെ അള്ളാൻ്റെ ചില സൃഷ്ടികളാണ്. അപ്പം അള്ളാൻ്റെ ഒരു സൃഷ്ടിയാണ് ഉറുമ്പ്. ഉറുമ്പിനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ശല്യം ഉണ്ടാവില്ലേ? നമ്മളെ ശരീരത്തിലേക്ക് കയറിയിട്ട് ഉറുമ്പ് ഉപദ്രവിക്കൂലേ? പുഴു അള്ളാൻ്റെ ഒരു സൃഷ്ടിയാണ്. പുഴു നമ്മളെ ശരീരത്തിലേക്ക് കയറൂലേ? ചൊറിയും, ഇടങ്ങാറും, അസ്വസ്ഥത ഉണ്ടാവില്ലേ? പല ജീവികളെ കൊണ്ടും ആ നിലയിൽ പ്രയാസങ്ങളുണ്ടാകും. എന്നതുപോലെ ശൈത്താനും ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ശരീരത്തിൽ കയറി, പ്രത്യേകിച്ച് ദുർബല മനസ്സുള്ള ആളുകൾക്ക് അതിൻ്റെ ഷർറ് കൂടുതലാകും. അള്ളാഹു കാക്കട്ടെ. നല്ല തഖ്വയും തവക്കുലും ഉണ്ടെങ്കിൽ, ആ പിശാചിനെ മറികടക്കാനുള്ള ഈമാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ ഷർറൊന്നും കളിക്കാൻ നോക്കും, പക്ഷെ അതൊന്നും എഫക്റ്റ് ചെയ്യൂല. ആ ഒരു ധൈര്യം നമുക്ക് വേണ്ടത്. ഇതെന്തെങ്കിലും ഒരു നേര് കാണുമ്പോഴത്തേക്ക് അല്ലാഹു പടച്ചോനെ ശൈത്താൻ തന്നെയാണോ റബ്ബേ, ആകെ ബേജാറായി ഇരിക്കുന്നൊരു ഏർപ്പാട് പറ്റുമോ? ഏത് ശക്തിയെക്കാളും വലിയ ശക്തി ഈമാനുള്ള യഥാർത്ഥ മനുഷ്യനാണെന്ന് ചിന്തിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ കൽബിൽ ഹിക്മത്തും ഈമാനും ധൈര്യവും നിറച്ചു തരട്ടെ. റസൂലുള്ളാഹിന്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നു.